ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ഡ്രോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. ഏകദേശം ഒരു 10-12 മിനിറ്റ് ലെങ്ത് ഉണ്ടാകും. പക്ഷേങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ലോസ്, അതായത് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോസാണ് കൂടുതലായിട്ട് വരുത്തുന്നതെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലേ. 8 lies traders tell themselves and how it destroys their ഗ്രോത്ത്. അതായത് ഭൂരിഭാഗം ട്രേഡേഴ്സ്, അതായത് ഏകദേശം 90% ട്രേഡേഴ്സ് മാർക്കറ്റിലെ ലോസ് ആണ് വരുത്തുന്നതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ 90% ട്രേഡേഴ്സും പറയുന്ന, അതായത് അവരവരോട് തന്നെ പറയുന്ന കള്ളത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. 8 പ്രധാനപ്പെട്ട കള്ളങ്ങൾ. ഈ കള്ളങ്ങൾ അവർ എത്രത്തോളം കാലം ഈ കള്ളം ഇങ്ങനെ അവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം കാലം അവർ ട്രേഡിങ്ങിൽ യാതൊരു വിധത്തിലും വിജയിക്കില്ല എന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്ന ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. യു ആർ നോട്ട് ജസ്റ്റ് ലോസിങ് ട്രേഡ്സ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ നിഫ്റ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഒരു ട്രേഡ് ചെയ്യുമ്പം ആ ട്രേഡ് മാത്രമല്ല നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ. നിങ്ങളോട് തന്നെ കള്ളം പറയുകയാണ്. ആ ട്രേഡ് കഴിഞ്ഞ് നിങ്ങൾ പിറ്റേ ദിവസം മറ്റൊരു സ്റ്റോക്കിൽ എടുത്താലും വീണ്ടും നിങ്ങളോട് തന്നെ നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് അവിടെയും നഷ്ടം വരുത്തും. അപ്പം നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കിലോ ഒരു ഇൻഡൈസസിലോ മാത്രമല്ല ആ ഒരു പ്രശ്നം വരുത്തുന്നത്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഏതൊരു മേഖലയിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് മോർ ഡേഞ്ചറസ് ദാൻ എനി ഇൻഡിക്കേറ്റർ. അതായത് ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളോട് കള്ളം പറയുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ പ്രൈസ് ആക്ഷൻ നിങ്ങളെ പറ്റിക്കുന്നതിനേക്കാൾ കൂടുതൽ പറ്റിക്കലായിരിക്കും നിങ്ങളെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ റിവീൽ ചെയ്യുന്നത് 8 കോമൺ ലൈസ് ട്രേഡേഴ്സ് ടെൽ ദംസെൽസ് ആൻഡ് ഹൗ ടു ബ്രേക്ക് ഫ്രീ ഫ്രം ദം ബിഫോർ ദേ ഡിസ്ട്രോയ് യുവർ അക്കൗണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യവും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിച്ചും കാണുക. അപ്പോൾ എന്ത് തന്നെ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അയച്ചു കൊടുക്കുക. കാരണം അവരും ട്രേഡ് ചെയ്ത് ഇപ്പോൾ നഷ്ടം വരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാമത്തത്, ഐ വിൽ എക്സിറ്റ് ദ ട്രേഡ് സോൺ. അപ്പം നിങ്ങൾക്ക് തോന്നും, അതായത് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. അതേ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേങ്കിൽ ഈ കാര്യം നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ അവരത് കാര്യമായി എടുക്കില്ല അല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് 1, 2, 3 ആൾക്കെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ലോസിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിജയം തന്നെയായിട്ടാണ് നമ്മൾ കാണുക. ഓക്കെ, അപ്പോൾ ഐ വിൽ എക്സിറ്റ് ദ ട്രേഡ് സോൺ, അതായത് ഞാനിപ്പോൾ തന്നെ ട്രേഡ് എക്സിറ്റ് ചെയ്യും എന്നൊരു തീരുമാനം ട്രേഡർ എടുക്കുന്നത്. പക്ഷേങ്കിൽ ആക്ച്വലി അത് നടക്കുന്നുണ്ടോ? ഇല്ല, യു ഡോണ്ട്. അതായത് നിങ്ങൾ ആ ട്രേഡ് പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കും അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ റിലയൻസിൽ 2000-ലാണ് റിലയൻസിൻ്റെ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സ്പോട്ട് പ്രൈസ് 2000 ആണ് എങ്കിൽ നിങ്ങൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തു. 1995 നിങ്ങളൊരു സ്റ്റോപ്പ് ലോസും വെച്ചു, 2010 ഒരു ടാർഗറ്റും വെച്ചു. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇടിഞ്ഞിട്ട് 1995 96 എത്തി. 96 എത്തുമ്പോൾ നിങ്ങൾക്കറിയാം 95-ലാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസ് മാറ്റും. ഒരുപാട് ട്രേഡേഴ്സിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ അവിടെ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് 1994-ലെത്തുമ്പം ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യാം എന്ന രീതിയിൽ അവർ അവിടെ വിചാരിക്കും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്, ഐ വിൽ എക്സിറ്റ് ദ ട്രേഡ് സോൺ. അപ്പോൾ 1994-ലെത്തിയാൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഒരുപാട് ട്രേഡേഴ്സിനെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണിത്. അവർ എക്സിറ്റ് ചെയ്യില്ല. 1993 എത്തിയാലോ 1992 എത്തിയാലോ അവർ വിചാരിക്കും 1994 എത്തട്ടെ, അല്ലെങ്കിൽ 1995 എത്തട്ടെ, നമ്മൾ പണ്ടത്തെ സ്റ്റോപ്പ് ലോസ് വെച്ച സ്ഥലത്ത് എത്തട്ടെ എന്ന് കരുതിയിട്ട് അവർ ഹോൾഡ് ചെയ്തിരിക്കും. ആ ട്രേഡിൽ ഹോൾഡ് ചെയ്തിരിക്കും. എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക? സ്മോൾ ലോസ് ബിക്കംസ് മാസീവ്. നിങ്ങൾ ഓപ്ഷൻസിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ച് എക്സ്പയറി ഡേ ഒക്കെ ആണെങ്കിൽ, ഓപ്ഷൻ ബൈയിങ് ഒക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ വളരെ വലിയ ലോസിലേക്ക് പോകും അല്ലേ. ഓപ്ഷൻ പ്രീമിയം 0-ലേക്ക് പോകും. നിങ്ങൾക്ക് എത്ര വലിയ നഷ്ടമായിരിക്കും വരിക. അപ്പോൾ അതാണ് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ വിൽ എക്സിറ്റ് ദ ട്രേഡ് സൂൺ എന്ന് പറയുന്ന കള്ളം അല്ലേ. നിങ്ങളോട് തന്നെ പറയുന്ന ഒരു ട്രേഡറിനോട് തന്നെ പറയുന്ന ഒരു കള്ളമാണ് ഐ വിൽ എക്സിറ്റ് ദ ട്രേഡ് സൂൺ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പ്രീ സെറ്റ് എക്സിറ്റ്. അതായത് നിങ്ങൾ SL എന്ത് സംഭവിച്ചാലും നിങ്ങൾ മാറ്റില്ല എന്നൊരു തീരുമാനമെടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു ദിവസം 1-2 ട്രേഡ് മാത്രം നിങ്ങൾ ചെയ്യുക. 2-ൽ കൂടുതൽ ട്രേഡ് ചെയ്യാതിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തത്, ഐ വിൽ ജസ്റ്റ് റിസ്ക് എ ബിറ്റ് മോർ ദിസ് ടൈം. ഇതെന്തുകൊണ്ട് വരുന്നത്? ഇത് ഗ്രീഡ് എന്ന് പറയുന്ന ഒരു വികാരം കൊണ്ട് വരുന്നത് അല്ലേ.
അപ്പം ഗ്രീഡിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അത്യാർത്ഥി ഒരു ട്രേഡറിനെ നശിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഇമോഷനാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഗ്രീഡ് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ലൈങ് ടു ജസ്റ്റിഫൈ ഗ്രീഡ് ഓർ റിവെഞ്ച്, അതായത് നമ്മൾ അതായത് ഒരു ചെറിയൊരു റിസ്ക് കൂടുതൽ എടുക്കും എന്നൊരു തീരുമാനം ഒരു ട്രേഡർ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രീഡ് ആയിരിക്കാനാണ് സാധ്യത കൂടുതലും. അതുകൊണ്ടാണ് ഒരുപാട് ട്രേഡേഴ്സ് ഗ്രീഡിലൂടെ ലോസ് വരുത്തുന്നത്. അപ്പം റിസൾട്ട് എന്തായിരിക്കും? കോമ്പൗണ്ട്സ് ലോസസ് റാക്സ് റിസ്ക് മാനേജ്മെന്റ്. ഇപ്പം നിങ്ങൾ 1:2 റിസ്ക് റിവാർഡിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിലയൻസിൻ്റെ കേസ് തന്നെ പറയാം. 1995 നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, 2010 ടാർഗറ്റ് വെച്ചു. അപ്പോൾ 2010 നമ്മളെ റിലയൻസിൻ്റെ സ്റ്റോക്ക് പോയി, നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ആവാൻ വേണ്ടി പോകുന്നു. ഓക്കെ, 2009 അപ്പോൾ ഇത് ചിലപ്പം ഒരുപാട് ട്രേഡേഴ്സ് ചെയ്യുന്നതാണ്, ഈ ടാർഗറ്റിന് ചിലപ്പം എക്സിറ്റ് ആക്കും. അതായത് ടാർഗറ്റ് അവിടെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് 2010 അല്ലെങ്കിൽ 2011 12 ഞാൻ മാനുവലി എക്സിറ്റ് ആകാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2011 12 എത്തിയിട്ട് എക്സിറ്റ് ആവാത്ത ഒരുപാട് ആളുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നിന്ന് ചിലപ്പം ഒന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകും, 2008 പോകും. അപ്പോൾ അവർക്കൊരു സങ്കടം വരും, അല്ലേ, ഞാൻ നേരത്തെ 2010 ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നെങ്കിൽ എനിക്കൊരു 2 പോയിന്റ് കൂടി എക്സ്ട്രാ കിട്ടുമായിരുന്നല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് ട്രേഡേഴ്സ് ദുഃഖിക്കും. എന്നിട്ട് ആ 2010 എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയമായിരിക്കും മാർക്കറ്റ് ഫാൾ ചെയ്തിട്ട് നന്നായിട്ട് താഴോട്ട് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മൾ SL എടുക്ക് വരുന്നു, SL നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആവുന്നു, അല്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് പോയിട്ട് റിവേഴ്സ് ആകുമെന്നുള്ള ഒരു വിചാരത്തിലൊക്കെ ഒരുപാട് ട്രേഡേഴ്സ് നിന്നിട്ട് വീണ്ടും നഷ്ടം വരുത്തും. നിങ്ങൾ പ്രോഫിറ്റ്, അതായത് നിങ്ങൾ വിജയിച്ച ഒരു ട്രേഡിൽ നിന്ന് പോലും നിങ്ങൾ പരാജയപ്പെട്ട് ഇറങ്ങേണ്ടി വരുന്നു എന്നൊരവസ്ഥ നിങ്ങൾ ഐ വിൽ ജസ്റ്റ് റിസ്ക് എ ബിറ്റ് മോർ ദിസ് ടൈം എന്നൊരു പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ ഒരു കള്ളം കൊണ്ട് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തത്, ഐ ഡോണ്ട് നീഡ് എ ജേർണൽ, ഐ റിമെമ്പർ എവറിത്തിങ്. അപ്പോൾ ജേർണൽ എന്ന് പറയുന്നത് ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ പ്രധാനമായിട്ടും കരുതേണ്ട ഒരു കാര്യമാണ്, അല്ലേ. അപ്പോൾ ജേർണലിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ ജേർണൽ പ്രിപ്പയർ ചെയ്യണം, ഒരു ജേർണലിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നത്. മെമ്മറി ഈസ് ബേസ്ഡ് ബയാസ്ഡ് ഈഗോ ഫിൽറ്റേഴ്സ് ഫാക്ട്. അതായത് ഒരാളുടെ ഓർമ്മശക്തി എന്ന് പറയുന്നത് അത്രത്തോളം ഒന്നും ഉണ്ടാവില്ല, അല്ലേ. ഓരോ ദിവസവും മാർക്കറ്റിൽ നടക്കുന്നത് പുതിയ പുതിയ മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഓരോ ദിവസവും മാർക്കറ്റിൽ നടക്കുമ്പോൾ പല പല മൂവ്മെൻറ്റ്സ് നടക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന തെറ്റ് ഏകദേശം ഒട്ടുമിക്ക പലതും സെയിം ആയിരിക്കും, അല്ലേ. അപ്പോൾ ഈ തെറ്റ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു, അതായത് എവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ടില്ല എങ്കിൽ ഇതൊക്കെ ഒരു പുതുമയാണ് എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ അത് നമുക്ക് അവയർനെസ് ആയിരിക്കും. അപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ ഒരു ശനിയോ ഞായറോ എടുത്ത് മറച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ആഴ്ച ഇത്രത്തോളം തെറ്റുകളാണ് ചെയ്തത്, അടുത്ത ആഴ്ച ഇത്രയും തെറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നൊരു ചിന്ത പല ട്രേഡർക്കും വരും. അപ്പോൾ ആ ഒരു ചിന്ത വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേർണൽ ചെയ്യണമെന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഏതൊരു ട്രേഡ് ചെയ്താലും നിങ്ങൾ അത് വിജയിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ജേർണലായിട്ട് എഴുതി വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നാലാമത്തത്, ദിസ് സെറ്റപ്പ് ഫീൽസ് ഗുഡ്, ഐ വിൽ ടേക്ക് ഇറ്റ്. അതായത് നിങ്ങളിപ്പോൾ ഒരു നല്ല ട്രേഡർ ആയിരിക്കും, നിങ്ങൾക്കൊരു നല്ലൊരു സിസ്റ്റം ഉണ്ടാവും, നല്ല പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ 1, 2, 3 മാസം നല്ല രീതിക്ക് ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ പ്ലാനിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്, ഇവിടുന്ന് ട്രേഡ് എടുത്താൽ നന്നായിട്ട് മുകളിലോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുത്താൽ നന്നായിട്ട് താഴോട്ടേക്ക് പോയിട്ട് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നൊരു ചിന്ത വരും, അല്ലേ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഫീൽ ഗുഡ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുമ്പം നിങ്ങൾ ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ ട്രേഡ് എടുക്കും. അത് ആക്ച്വലി നിങ്ങളുടെ പ്ലാൻ അല്ല, നിങ്ങളുടെ സെറ്റപ്പ് അല്ല, അല്ലേ. നിങ്ങൾ മുന്നേ ഉണ്ടാക്കി വെച്ച നല്ലൊരു സെറ്റപ്പ് അല്ല അത്. എന്നിട്ടും നിങ്ങൾ അവിടെ ഒരു ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് ഗ്രീഡ് വന്നു, അല്ല, അവിടെ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണമെന്നൊരു തോന്നൽ വരും. യു ട്രേഡ് ഇമോഷൻസ് നോട്ട് ഡാറ്റ. അത് നിങ്ങൾ പണ്ടേ പഠിച്ചു വെച്ച നിങ്ങൾ ഉണ്ടാക്കിയ സെറ്റപ്പ് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ഇത് പെട്ടെന്ന് ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് പ്രോഫിറ്റ് വേണമെന്ന് കരുതിയിട്ട് നിങ്ങൾ ആ സ്പോട്ടിലെടുത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കള്ളത്തരവും നിങ്ങളോട് തന്നെ പറയാതിരിക്കുക. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ ഇൻ യുവർ സിസ്റ്റം, സ്കിപ്പ് ഇറ്റ്. അത് നിങ്ങളുടെ പ്ലാനിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, എത്ര തന്നെ മൂവ്മെൻറ്റ് കിട്ടിയാലും എത്ര തന്നെ പ്രോഫിറ്റ് കിട്ടിയാലും നിങ്ങൾ അത് വേണ്ട എന്ന് നോക്കും. കാരണം ഇന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, ഇന്ന് നാളെ നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരും, അല്ലേ. നിങ്ങളുടെ പ്ലാൻ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. അഞ്ചാമത്തത്, 1 ബിഗ് വിൻ വിൽ ഫിക്സ് ദിസ് ലോസിംഗ് സ്ട്രീക്ക്. ഇത് ഒരുപാട് ട്രേഡേഴ്സിന് വരുന്നൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ലോസ് വരുത്തിയിട്ട് ഒരു 10,000-80,000 രൂപയുടെ ലോസ് ഉണ്ടാക്കി, അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 80,000 രൂപ നമുക്ക് ഒറ്റ ട്രേഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലോ, ഒരു 5-6 ലക്ഷം ക്യാപിറ്റൽ കൊണ്ട് ഓപ്ഷൻ ബൈ ചെയ്താൽ പോരെ എന്ന് കരുതും.
പക്ഷേ ഈ ഒരു ചിന്തയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ഈ ഒരു കള്ളത്തരമാണ് അല്ലേ. ഇത് പല ട്രേഡേഴ്സും പലരോടും അവരോട് തന്നെ പറഞ്ഞിട്ട് അവരുടെ ലോസിൻ്റെ അളവ് എന്നും കൂട്ടിക്കൊണ്ടിരിക്കും. 1, 2, 3 വർഷം കഴിയും തോറും നിങ്ങളുടെ ലോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു കാരണം കൂടി. ഹോപ്പ് പ്ലസ് പ്രഷർ ഈസ് ഈക്വൽ ടു ഇമോഷണൽ ബ്ലോ അപ്പ്. പിന്നെ എന്താ സംഭവിക്കുക, ഇവിടെ ഞാൻ പറഞ്ഞല്ലേ, അതായത് ഓവർ ലിവറേജ് എന്ന് പറയുന്നൊരു ഇഷ്യൂ വരും. അപ്പം 80,000 ലോസ് 3 വർഷം കൊണ്ടുണ്ടാക്കി 80,000 ലോസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് 4ാമത്തെ വർഷം നിങ്ങൾ 6 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ഒറ്റ ട്രേഡ് എടുക്കും അല്ലേ. ഓപ്ഷൻ ബൈങ്ങിൽ നിങ്ങളുടെ ഡയറക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അതിൽ ഓപ്പോസിറ്റ് പോയിട്ടുണ്ടെങ്കിലോ ഈ 80,000-േക്കാൾ വലിയൊരു ലോസ് നിങ്ങൾക്ക് പെട്ടെന്ന് വരും. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ ആ 80,000-ന്റെ ലോസ് വരും. നേരത്തെ മുമ്പേ നിങ്ങൾ 3 വർഷം കൊണ്ടാണ് 80,000 ലോസ് ഉണ്ടാക്കിയതെങ്കിൽ ഇത് 1, 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ 80,000 ലോസ് വരും. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നിങ്ങളുടെ പൊസിഷൻ സൈസിങ് കൃത്യമായിട്ടും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പൊസിഷൻ സൈസിങ് എന്താണ് എന്ന് അറിയില്ലെങ്കിൽ നമ്മൾ പണ്ട് ഒരു വർഷം മുമ്പായിട്ട് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാകും, അല്ലെങ്കിൽ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി 6ാമത്തത്, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് ദ മാർക്കറ്റ് വാസ് ക്രേസി ടുഡേ അല്ലേ. ഇപ്പോൾ പലപ്പോഴും പല ട്രേഡറും പറയുന്നതാണ് തൻ്റെ കുറ്റങ്ങൾ, അതായത് അവർ ട്രേഡ് ചെയ്തിട്ട് അവർ ലോസ് ഉണ്ടാക്കിയ ആ ഒരു കുറ്റം അവർ അംഗീകരിക്കില്ല. അവർ പറയും അത് മാർക്കറ്റിൻ്റെ പ്രശ്നമാണ്, മാർക്കറ്റ് ഇങ്ങനെ പോയത് കൊണ്ടാണെന്ന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിന് എങ്ങനെയും പോകാം, മാർക്കറ്റ് പോകുന്നതാണ് ശരി. മാർക്കറ്റ് പോകുന്ന ശരിയായ ദിശയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ശരിയാകും. മാർക്കറ്റ് പോകുന്ന ശരിയായ ദിശയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളാണ് അവിടെ പരാജയപ്പെടുന്നത്. അപ്പം മാർക്കറ്റിനെ പഴിച്ചിട്ട് കാര്യമില്ല അല്ലേ. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എപ്പോഴും എന്താ പറയുക, ഒരേ രീതിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിന് തോന്നുന്ന രീതിയിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ആ മൂവ്മെൻറ്റിൽ തന്നെയാണ് ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും ഒരുപാട് നോവൈസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ലോസ് ഉണ്ടാക്കുന്നതും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്ക്യൂസ് മേക്ക് കില്ലിങ് അക്കൗണ്ടബിലിറ്റി. അവരവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഉത്തരവാദിത്വം അവരവർ തന്നെ എടുക്കണം എന്നാണ് ഇവിടെ കൃത്യമായിട്ട് അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ എവറി ട്രേഡ് ഓൾവേസ് ആസ്ക് വാട്ട് കുഡ് ഐ കൺട്രോൾ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല അല്ലേ. ആർക്കും മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരാൾ മാത്രം തന്നെ, അതായത് ഒരു വിഭാഗം ആൾ മാത്രം തന്നെ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നാണ് അതിനർത്ഥം. പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി 7ാമത്തത്, ഐ ജസ്റ്റ് നീഡ് ടു ബി മോർ ഡിസിപ്ലിൻഡ്. അതായത് ഞാൻ കുറച്ചും കൂടി അച്ചടക്കമുള്ളവനായിരിക്കണം എന്ന് വെറുതെ വീണ്ടും ഒരു ട്രേഡർ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ, അച്ചടക്കം ഫോളോ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു റൂൾ ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് ഡിസിപ്ലിൻ്റെ അച്ചടക്കത്തോടു കൂടി ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ ലൈഫിൽ അച്ചടക്കം കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി പറ്റും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് ട്രേഡേഴ്സ് അവരവരോട് തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട കള്ളം കൂടിയാണ് ഇത്. ഇനി 8ാമത്തത്, അതേഴ്സ് ആർ ഡൂയിങ് ബെറ്റർ ദാൻ മീ. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ എന്താ പറയുക കമ്പയർ ചെയ്യുന്നത് അല്ലേ. അത് ഈ കമ്പാരിസൺ കൊണ്ട് നിങ്ങളുടെ ഈഗോ എന്നും ഹർട്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്നും ഡിപ്രഷൻ, സാഡ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ പരമാവധി മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഡേഞ്ചറസ് ലൈ ദാറ്റ് ഡിസ്ട്രോയ് കോൺഫിഡൻസ്. നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 8ാമത്തത് അല്ലേ. അപ്പം റിസൾട്ട് എന്തായിരിക്കും? പ്രഷറായിരിക്കും, ഓവർ ട്രേഡിംഗ് ആയിരിക്കും, ബേൺ ഔട്ട് ആയിരിക്കും അല്ലേ. ഒരുപാട് ട്രേഡ് നിങ്ങൾ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് ട്രേഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ദിവസം 2 ട്രേഡിൽ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലതായിട്ട് കാര്യമാണ്. ഒരുപാട് ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്രോക്കറേജും പോകും, ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള പോസിബിലിറ്റിയും കൂടുന്നതായിരിക്കും. യു ആർ നോട്ട് ലൈറ്റ്, ഫോക്കസ് ഓൺ യുവർ ജേർണി, നോട്ട് ദ ഹൈലൈറ്റ് ട്രേഡ്. ഓക്കെ, 8 പ്രധാനപ്പെട്ട കള്ളങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒരു ബോണസ് ലൈവ് കൂടി നമ്മൾ പറഞ്ഞുതരാം. നെക്സ്റ്റ് ട്രേഡ് വിൽ ബി ഡിഫറെൻറ്റ് വിതൗട്ട് ചേഞ്ചിങ് എനിത്തിങ്. അത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് ചെയ്തു, നിങ്ങൾ ലോസായി. ഓക്കെ, ഇനി അടുത്തൊരു ട്രേഡ് നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യുന്നത്, ഇത് പുതിയതായിട്ടുള്ളൊരു ട്രേഡാണ് എന്നൊക്കെ നമ്മൾ സ്വന്തം നമ്മളോട് തന്നെ പറയും. പക്ഷേ നേരത്തെ ചെയ്ത് അതേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു കള്ളം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ ഒരു ദിവസം 2 ട്രേഡ് പരമാവധി ചെയ്യുക, അതിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇഫ് യു ഡോണ്ട് ചേഞ്ച് ബിഹേവിയർ, ഔട്ട്കം വോണ്ട് ചേഞ്ച്. നിങ്ങളുടെ പെരുമാറ്റം നിങ്ങൾ മാറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഔട്ട്കം ഒരിക്കലും ചേഞ്ച് ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ട്രേഡിംഗ് ഈസ് നോട്ട് ജസ്റ്റ് ടെക്നിക്കൽ, ഇറ്റ്സ് സൈക്കോളജിക്കൽ വാർഫെയർ അഗെയിൻസ്റ്റ് യുവർ ഓൺ മൈൻഡ്. അപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ഇൻഡെപ്ത് ആയിട്ടും നമ്മളൊരു വീഡിയോ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.